ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ലോകത്തിന്റെ നേതാവ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ജന്മദിനം ലോകമാകെ ആഘോഷിക്കുകയാണല്ലോ. ഈ സ്റ്റുഡിയോത്തിൽ ഈ പരിപാടിയിൽ നിങ്ങളുമായി 2 വാക്ക് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഞാൻ ഇന്ന് നിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൊച്ചു ചരിത്രം പങ്കുവെക്കാൻ പോകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിൽ കൂടെ നടന്നു പോകുകയായിരുന്നു. അവിടെ ഒരു വൃദ്ധയായ സ്ത്രീ ഇരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അവർ ആകെ ക്ഷീണിച്ചു വലിഞ്ഞിരിക്കുകയാണ്. അവരുടെ കയ്യിൽ ഒരു വലിയ വിറകുകെട്ടും ഉണ്ടായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തോട്ട് പോയി പറഞ്ഞു, നിങ്ങൾ എന്താ ഇത്രയും ക്ഷീണിതരായിരിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ എന്താ ഇത്രയും വലിയ വിറകുകെട്ട്? അപ്പം വൃദ്ധയായ സ്ത്രീ പറഞ്ഞു, മോനെ, ഞാൻ ആകെ ക്ഷീണിതനാണ്. എനിക്ക് ഈ വലിയ വിറകുകെട്ട് എന്റെ വീട്ടിലെത്തിക്കണം. അപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മേ, ഞാൻ നിങ്ങളെ സഹായിക്കാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വലിയ വിറകുകെട്ട് തന്റെ തലയിലെടുത്തു വെച്ചു അവരെ വീട്ടിലെത്തിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞത്, മോനെ, ഇവിടെ മുഹമ്മദ് എന്ന പേരുള്ള ഒരാളുണ്ട്. അവരുടെ കയ്യിൽപ്പെട്ട് മോൻ ചീത്തയാകരുത് കേട്ടോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മ, ഞാനാണ് ആ മുഹമ്മദ്. ഇത് കേട്ടു വൃദ്ധയായ സ്ത്രീ ഇസ്ലാം മതം സ്വീകരിക്കുകയും നബി തങ്ങളോട് മാപ്പ് പറയുകയും ചെയ്തു. കൂട്ടുകാരെ, ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവങ്ങളാണ്. ഇതുപോലെ നാം എല്ലാവരെയും സഹായിച്ച് ജീവിക്കണം. പഠിച്ച റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നബിയുടെ ഹൃദയത്തിലേക്ക് 3 സലാത്ത് ചൊല്ലി എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും. മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ മുത്തുനബിയുടെ മദ്ഹ് പറയാൻ അവസരം കിട്ടിയതിൽ ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിനയ വിസ്മയമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൊച്ചു ചരിത്രമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു വീടിന്റെ മുറ്റത്ത് ഒരു പുള്ളിമാനെ കെട്ടിയിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ആ പുള്ളിമാന്റെ അടിയിൽ പാൽ നിറഞ്ഞു ഇരിക്കുന്നതും കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കണ്ടപ്പോൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ 2 മക്കളും കാട്ടിൽ വിശന്നിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ ഈ വീട്ടുകാരോട് എന്നെ ഒന്നയച്ചു വിടാൻ പറയണം. ഞാൻ വേഗം എൻ്റെ കുട്ടികൾക്ക് പാൽ കൊടുത്ത് തിരിച്ചു വരാം. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വീട്ടുകാരോട് ചോദിച്ചു. അവർ സമ്മതം നൽകി. അപ്പോൾ അവർ ആ പുള്ളിമാനെ അയച്ചു വിട്ടു. ആ പുള്ളിമാൻ ഓടിച്ചെന്ന് അതിൻ്റെ കുട്ടികൾക്ക് പാൽ കൊടുത്തു. എന്നിട്ട് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കണ്ട നേരത്ത് അത്ഭുതപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് വിലക്ക് വാങ്ങുകയും തിരിച്ച് കാട്ടിലേക്ക് വിടുകയും ചെയ്തു. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ എത്ര വലിയൊരു ദയാലുവായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് നമ്മളും ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരു നല്ലവരാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് 3 സലാത്ത് ചൊല്ലി ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുകയാണ്.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. കൂട്ടുകാരെ, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുള്ളൂ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഐഷൂസ് വ്ലോഗിൻ്റെ നബിദിനം ആശംസകൾ.